ഹലോ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യൂട്യൂബർ നെജില നജിയുടെ കുടുംബ പ്രശ്നങ്ങൾ. എന്നാൽ ഇതിനിടയിൽ നെജിലയ്ക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. തൻ്റെ മകളെ മുൻനിർത്തി കുട്ടിയുടെ വിഷയം നിരന്തരം വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് നെജില കാശുണ്ടാക്കാനും വ്യൂസ് കൂട്ടാനും ശ്രമിക്കുകയാണ് എന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്ത്? മകളുടെ പേരിൽ ഉയർന്നു വരുന്ന ഈ വലിയ വിവാദത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. നെജില തൻ്റെ ഭൂരിഭാഗം വീഡിയോകളിലും മകൾ തന്നെ വിട്ടുപോയതിനെക്കുറിച്ചും മകളെ കാണാൻ അനുവദിക്കാത്തതിനെക്കുറിച്ചും നിരന്തരം സംസാരിക്കാറുണ്ട്. ഇത് കേവലം വ്യൂസ് കൂട്ടാനും യൂട്യൂബിൽ നിന്നും പണം സമ്പാദിക്കാനുമായുള്ള ഒരു തന്ത്രമായിട്ടാണ് വിമർശകർ പ്രധാനമായും ആരോപിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബ തർക്കങ്ങളും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് വിമർശനം. ആ വിമർശനം ശക്തമാണ്. അതിൻ്റെ പേരിൽ കുട്ടിയെ മുൻനിർത്തി ഷെഫീന ബീവി എന്ന വ്യക്തിയുടെ സഹായത്തോടെ ചൈൽഡ് കമ്മീഷൻ നെജിലയ്ക്കെതിരെ പരാതി നൽകപ്പെട്ടിട്ടുണ്ട്. കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി വീഡിയോകളിൽ സംസാരിക്കരുത് എന്ന് ചൈൽഡ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും നെജില അത് തുടരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. കുട്ടിയെക്കുറിച്ച് ഇനിയും വീഡിയോകൾ ചെയ്താൽ നിയമപരമായി വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഷെഫീന ബീവി ഉൾപ്പെടെയുള്ളവർ വീഡിയോകളിലൂടെ നെജിലയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം നെജിലയ്ക്ക് പറയാനുള്ളത് മറ്റൊരു വശമാണ്. ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ മകളോടുള്ള സ്നേഹവും മകളെ കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടവുമാണ് ഞാൻ പങ്കുവെക്കുന്നത് എന്നാണ് നെജിലയുടെ ഭാഗം. കുട്ടിയെ മറ്റുള്ളവർ ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് തനിക്കെതിരെ തിരിയിച്ചതാണെന്നും തൻ്റെ മാനസികമായി തകർക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്നുമാണ് നെജില വിശ്വസിക്കുന്നത്. യൂട്യൂബിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയാണോ അതോ ഒരു അമ്മയുടെ യഥാർത്ഥ സങ്കടമാണോ നെജിലയുടെ വീഡിയോകളിൽ കാണുന്നത് എന്ന് പ്രേക്ഷകർക്ക് വിലയിരുത്താം. എങ്കിൽ പോലും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയാണോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.